ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ ജിഷിൻ എയർപോർട്ടിൽ വന്നിറങ്ങിയപ്പോൾ ഒരുപാട് മീഡിയക്കാരും ആരാധകരും ജിഷിനെ കാത്തുകൊണ്ട് എയർപോർട്ടിൽ നിന്നിരുന്നു. ജിഷിൻ്റെ കുറച്ച് ഭാഗങ്ങളാണ് ഞാനിവിടെ കാണിക്കുന്നത്. സത്യം പറയുകയാണെങ്കിൽ ജിഷിൻ ഈ സമയത്ത് ഇറങ്ങേണ്ട ഒരു വ്യക്തി ആയിരുന്നില്ല. നല്ലൊരു പ്ലെയർ ആയിരുന്നു ജിഷിൻ. കുറച്ച് ദേഷ്യമുണ്ടെങ്കിൽ ആളൊരു സാധുവാണ്. അപ്പോൾ ഒരുപാട് അവൻ തന്നെ പറയുന്നുണ്ട്, ഞാൻ ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പേ എനിക്ക് ഒരുപാട് നെഗറ്റീവ് ഉണ്ടായിരുന്നു, പക്ഷേ ഇപ്പോൾ എനിക്കതൊക്കെ മാറി നല്ലൊരു പോസിറ്റീവ് ആയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എയർപോർട്ടിൽ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് മൊബൈൽ എടുത്ത് നോക്കിയപ്പോൾ തന്നെ അവനത് മനസ്സിലായി എന്നാണ് പറയുന്നത്. ഒരുപാട് ആരാധകരുണ്ടായിട്ടുണ്ട് ജിഷിന്. ജിഷിൻ്റെ സീരിയലും കാര്യങ്ങളും, അതായത് സ്റ്റാർ മാജിക്ക് വന്നുള്ള കളിയൊക്കെ കാണുമ്പോൾ സത്യം പറയുന്നത് ഒരുപാട് ഇഷ്ടം എനിക്കും തോന്നിയിട്ടുണ്ട് ജിഷിനോട്. പക്ഷേ അതിലും ഏറ്റവും ഉപരിയായിട്ടുള്ളത് ജിഷിൻ്റെ ഭാര്യ ജിഷിനെ വല്ലാതെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം വെച്ചാൽ ആ ഒരു എയർപോർട്ടിൽ അത്രയും ആളുകളുടെ ഇടയിൽ നിന്നും ജിഷിനെ കെയർ ചെയ്യുന്ന കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമാണ് തോന്നിയത്. അങ്ങനെ ജിഷിൻ പറയുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് പുറത്തിറങ്ങിയതെന്ന് എനിക്കറിയില്ല, ഞാനിതൊന്ന് സ്റ്റഡി ചെയ്തിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ്. അതേപോലെ ബിഗ് ബോസ് വീട്ടിൽ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട് എന്നും ജിഷിൻ പറയുന്നുണ്ട്. പക്ഷേ ഇതുവരെ അവിടെ ഓരോരുത്തർ വന്നിറങ്ങിയിട്ടും ഇങ്ങനെ ഒരു ആരാധകരെ ഞങ്ങൾ കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് ആളുകൾ ജിഷിനെ വരവേൽക്കാനായിട്ട് അവിടെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആരോ ഒരാൾ പറയുന്നുണ്ട്, ബിഗ് ബോസിൽ നിന്ന് ഔട്ടായിട്ട് ഇത്രയ്ക്കും ആരാധകരോ എന്ന് ചോദിക്കുന്ന ഒരു വ്യക്തി അതിൻ്റെ ഉള്ളിൽ നിന്നൊരു സ്വരം കേട്ടു. എന്നാലും ജിഷിൻ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രവീൺ വരുന്നുണ്ട്, പ്രവീണിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, പ്രവീണിനോട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻ്റെ മോട്ടിവേഷനാണ് പ്രവീൺ എന്ന് ജിഷിൻ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ജീപ്പ് വന്ന് അതിൽ കയറിയിട്ടും ജിഷിൻ അവിടെ നിന്നുകൊണ്ട് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. നിങ്ങളാണ് എന്നെ ഇത്രത്തോളം നിൽക്കാൻ, ബിഗ് ബോസ് വീട്ടിൽ നിൽക്കാൻ പ്രേരിപ്പിച്ചത്. നിങ്ങളെല്ലാവരും വോട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദി പറയുന്നുണ്ട്. നല്ലൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ജിഷിൻ എന്ന് ഇപ്പോൾ മനസ്സിലാകാൻ കഴിഞ്ഞു. ഇതിനു മുമ്പ് അങ്ങനെ തന്നെയാണ് കേട്ടോ. പക്ഷേ ജിഷിൻ ആ ഒരു സന്തോഷം ജിഷിൻ എല്ലാവരുമായിട്ട് പങ്കുവെക്കുന്നുണ്ട്. ഇന്നലെ അതിൻ്റെ ഇടയ്ക്ക് ഒരു നമ്മുടെ ഫ്ലൈറ്റിൽ കയറിയ സമയത്ത് അവിടെ നിന്ന് ഒരു കാർഡ് കൊടുക്കുന്നുണ്ട് ജിഷിന്, അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട്. ആ ഒരു കാർഡ് അവൻ മീഡിയയ്ക്ക് മുമ്പിൽ ഉയർത്തി കടന്നു. പിന്നെ അതുപോലെ തന്നെ ലാലേട്ടൻ ജിഷിന് ഒരു ബനിയൻ കൊടുത്തിട്ടുണ്ട്, ടീഷർട്ട്. അത് ഞാൻ വീട്ടിൽ കൊണ്ട് ചില്ലിട്ട് വെക്കുമെന്നാണ് ജിഷിൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം നല്ലൊരു വ്യക്തി. ഇനിയും ജിഷിൻ മുന്നോട്ട് പോകട്ടെ, നല്ല ഉയരങ്ങളിലെത്തട്ടെ എന്നൊക്കെ പ്രാർത്ഥിക്കാം.